സത്യത്തിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ യൂസഫ് അലി സാറിനെ കാണാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. യൂസഫ് അലി സാറിനെ കാണാൻ ട്രിവാൻഡ്രത്ത് ഞാൻ പോയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ യൂസഫ് ഭായിക്ക് എൻ്റെ ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്നെ ഫ്രീ ആക്കി എടുക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ ബോച്ചയൊക്കെ തന്നെയാണെങ്കിൽ ബോച്ച ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എൻ്റെ വിഷയം ഞാൻ അയച്ചിട്ടുണ്ട്, കുമ്പളങ്ങിക്കാരൻ്റെ വിഷയം. ഇപ്പം ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഇപ്പം കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കണം, കുഞ്ഞിനുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ. പിന്നെ ഈ പറയണ പോലെ ഒരു വിവാഹം അത് ആരും ഇതുവരെയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ കടന്നു വന്നിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ യാത്രകളല്ലേ ഇടും. ആ കുഞ്ഞിനെ നമ്മൾ ഒരു അമ്മേനെ കൊടുക്കുമ്പോൾ അതുപോലത്തെ ഒരു സ്ത്രീ ആയിരിക്കണം. അല്ല, ജീവിതം നമ്മൾ കൊടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ തനിച്ചായി പോണു ചിലപ്പോഴൊക്കെ. നമ്മൾ പറഞ്ഞ എന്തൊക്കെ തന്നെ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടായാലും ഒരു നിമിഷം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കണ ഒരു സമയമുണ്ട്. അപ്പം നമുക്കൊരു ഏകാന്തത നമുക്ക് കടന്നു വരും. പിന്നെ കൂടുതലും ഞാൻ എഴുതുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പം ഞാനിതൊരു മൂവി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുമ്പളങ്ങിക്കാരൻ്റെ കുമ്പസാരം എന്നും പറഞ്ഞ എൻ്റെ കഥ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ അങ്ങനെ പോകുന്നു. ഇപ്പം എനിക്ക് മെയിനായിട്ട് ഇപ്പം എനിക്ക് സിനിമയിലെ ആക്റ്റീവ് ആണെന്നാണ് ഈ കുമ്പളങ്ങിക്കാരൻ നിൽക്കണത്. അപ്പൊ വില്ലൻ കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്യണത്. ഇത് കണ്ട ഈ മുട്ട കണ്ട, ഈ മുട്ട കഥാപാത്രമൊക്കെ തട്ടിയാലാട്ട് കയറിയാൽ നമ്മൾ വേറെ ലെവല.